സ്നേഹത്തോടെ ഒരുക്കിയ ഭക്ഷണത്തിന് ഒരു പ്രത്യേക രുചിയാണ്. അത് വെറും രുചിയല്ല, മനസ്സിൻ്റെ തണുപ്പും സ്നേഹത്തിൻ്റെ ചൂടുമാണ്. ഒരമ്മയുടെ കൈപുണ്യം സ്നേഹത്തിൻ്റെ ഭാഷയാണ്. എല്ലാവർക്കും സംസാരം ടിവിയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ അമ്മച്ചി, നമ്മൾ എന്താണ് ഇന്ന് കുക്ക് ചെയ്യാൻ പോണത് പുതിയതായിട്ട്? ഇന്ന് പുതിയതായിട്ടല്ല, എന്നിരുന്നാലും കഴിക്കുന്നവർക്ക് എല്ലാം ഒരു പ്രത്യേകത തോന്നണം. അതുകൊണ്ട് എന്നും ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടും അതോടൊപ്പം നമുക്ക് ചെയ്തു കൊടുക്കുമ്പോൾ സ്നേഹത്തോടെ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ അവർക്ക് ബാക്കി രുചിയായിട്ടും ഇരിക്കണം. പക്ഷേ ഒരു കാര്യം, 10 പേര് ഒരേ രീതിയിൽ ഒരേ സാധനം കൊണ്ട് ചെയ്താലും 10നും 10 രുചിയായിരിക്കും. അത് ഒരു പ്രത്യേകതയാണ്. ദൈവം ഓരോരുത്തരെയും സൃഷ്ടിച്ചപ്പോഴത്തേക്കും ഒരാളുടെ തമ്പിൻ്റെ അടയാളം വേറൊരാൾക്ക് കൊടുത്തില്ല. ഒരാളുടെ ആ കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ ആ പ്രത്യേകത മറ്റൊരാൾക്ക് കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും ഓരോരുത്തരുടെ കൈക്കും ഓരോ പ്രത്യേകതയാണ്. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മീൻ കറിയാണ്. തീ കത്തിച്ചു, നമ്മൾ ചട്ടി അടുപ്പത്ത് വയ്ക്കുകയാണ്. മീൻ കറി എപ്പോഴും ചട്ടിയിൽ ചെയ്യുന്നതാണ് കുറച്ചുകൂടി രുചിയും ആരോഗ്യപരവും ഒക്കെ. ഇപ്പോഴെല്ലാം നമ്മൾ മൺചട്ടിയിൽ വെച്ച് തിന്നണമെന്നാണ്. പക്ഷേ ചോറൊക്കെ വെക്കാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. ഗ്യാസൊക്കെ അല്ലേ എല്ലാവരും ഉപയോഗിക്കുന്നത്. അത് കാരണം നമുക്ക് ഇന്ന് മീൻ ചട്ടിയിൽ മീൻ വയ്ക്കാം. ആദ്യമായിട്ട് നമുക്ക് കുറച്ച് എണ്ണ അതിനകത്തോട്ടൊഴിക്കാം. എണ്ണ ചൂടായി നമുക്ക് അതിലേക്ക് ഒരു ശകലം ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. ഉലുവ പൊട്ടി തുടങ്ങി, അത് ചുമന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിയാണ്, 1 കിലോ മീനാണ്. അതുകൊണ്ട് ഒരു 8 ഉള്ളി, ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതായി അരിഞ്ഞ ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് അതും അതിനകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 2-3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, അത് ഒരു 5 കാന്താരി, 5-6 കാന്താരി ചതച്ചെടുത്തതാണ്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ശകലം മഞ്ഞൾപ്പൊടി, ഒരു ശകലം മല്ലിപ്പൊടി, മുളക് നമ്മൾ കുറച്ചേ ചേർത്തെന്ന് വെച്ചാൽ കാന്താരിയും പച്ചമുളകും ഒക്കെ ഉള്ളതുകൊണ്ട് 1 ടീസ്പൂണാണ് അതിലിട്ട് കൊടുത്തത്. നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് മാങ്ങ ഇട്ട് കൊടുക്കാം. അറിയാതെ എൻ്റെ അമ്മയുടെ ഓർമ്മ വരികയാണ്. അമ്മമാരുടെ കൂടെ ആയിരുന്ന സമയത്തേക്കും നമ്മൾ തിന്നതും അമ്മമാർ നമുക്ക് തന്നതും അവരുടെ ആ സ്നേഹവും വാത്സല്യവും എല്ലാം ഓർക്കുമ്പോഴത്തേക്കും ഈ പാട്ടാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. വ്യാകുല മാതാവേ നിന്നെ ഞാൻ കണ്ടത് ആദ്യമായി കൺകളിലായി. വേദന നിറയുന്ന മിഴിനീരിലായി. അരപ്പ് തിളച്ച് തുടങ്ങി. ഇനി നമുക്ക് അതിലോട്ട് മീൻ പറക്കിയിടാം. ഇപ്പോൾ നമുക്ക് മീനിന് ആവശ്യമായ അരപ്പ് തയ്യാറാക്കുകയാണ്. ആദ്യം 1 മുറി തേങ്ങ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. 2-4 ചെറിയ ഉള്ളി, ചെറിയ സ്പൂണിന് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി,
1 സ്പൂണ് ചുവന്ന കാശ്മീരി ചില്ലിയുടെ ഒന്ന് ശകലവും കൂടി പൊടിയിടുകയാണ്. 1 സ്പൂണ് പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ എല്ലാത്തിൽ നിന്നും മറ്റുള്ളതിൽ നിന്നെല്ലാം ഒരു വെറൈറ്റി ആയിരിക്കും. സാധാരണ നമ്മൾ അയലക്കറി വയ്ക്കുമ്പോഴത്തേക്കും പെരിഞ്ചീരകം ഇടാറില്ല. ഇത് ഒരു വ്യത്യസ്ത കറിയായിട്ട് നമുക്ക് ചെയ്തു നോക്കാം. തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് തേങ്ങയും പെരിഞ്ചീരകവും ശകലം മുളകും മഞ്ഞയും എല്ലാം കൂടി ചേർത്ത് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് വയ്ക്കാം. കുറച്ച് നേരം അത് വേകണം. വേകുന്നത് വരെ അടച്ച് വയ്ക്കാം. നമ്മുടെ മീൻ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഉപ്പൊക്കെ കണക്കാണോ എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ബ്രദർ തന്നെ നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട് അമ്മച്ചി. കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ ഇത്ര നല്ലൊരു മീൻകറി കൂട്ടുന്നത്. സത്യം, വെറുതെ അമ്മച്ചിയുടെ മുഖസ്തുതി പറഞ്ഞല്ല, സത്യം പറഞ്ഞതാ. എന്താ അപ്പൊ നമ്മൾ അമ്മയെ കൊച്ചാക്കും പോലെ അല്ല, എന്റെ അമ്മേനെ ഇത് അമ്മ കേൾക്കുമ്പോഴത്തേക്ക് ഞാനിപ്പോ അവന് ഞാൻ ഇത്രയും ദിവസം വിളമ്പി വീട്ടിൽ ഞാൻ കൊടുത്തത് അവന് ഇഷ്ടപ്പെട്ടില്ല. ലവനിയം വച്ച് വെച്ചത് അവന് ഇഷ്ടപ്പെട്ടു. അടിപൊളിയല്ല. അമ്മച്ചിയുടെ സ്നേഹം ആ മീൻകറിയിൽ കാണാനുണ്ട്. അപ്പം എല്ലാവരും ഇത് വീട്ടിൽ പോയിട്ട് ഒന്ന് ട്രൈ ചെയ്യണം. അപ്പം എല്ലാ അമ്മമാരും മക്കൾക്ക് വേണ്ടിയിട്ട് ഈ മീൻകറി ഒന്ന് വീട്ടിൽ കുക്ക് ചെയ്ത് നോക്കുക. അമ്മച്ചിക്ക് എന്താ പറയാനുള്ളത്? തീർച്ചയായിട്ടും അങ്ങനെ കുക്ക് ചെയ്ത് നോക്കുക, തിന്നുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. കൊള്ളാമെങ്കിലും അയ്യമെങ്കിലും അത് നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളെ അറിയിക്കുക. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ എൻ്റെ കൂപ്പുകൈ. ധാരാളം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ സ്നേഹത്തോടെ കാത്തിരിക്കുന്നു. അപ്പം അമ്മച്ചി പറഞ്ഞ പോലെ തന്നെ എല്ലാവരും വീട്ടിൽ പോയിട്ട് മക്കൾക്ക് കുക്ക് ചെയ്ത് നോക്കാം. മക്കൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, എല്ലാവരും ഈ മീൻകറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.